വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മസലുൽ ബൈത്തില്ലദി യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദി ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിതി. അള്ളാഹുവിനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന വീടിൻ്റെയും അള്ളാഹുവിനെ ഒന്നും സ്മരിക്കാതെ ഒന്നും ചെയ്യാതിരിക്കുന്ന വീടിൻ്റെയും ഉപമ അത് മസലുൽ ഹയ്യി വൽ മയ്യിതി, ചത്തുകിടക്കുന്ന ശവത്തെ പോലെയും ജീവിച്ചിരിക്കുന്ന ആരോഗ്യവാനായ ഒരു മനുഷ്യനെ പോലെയുമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇതെനിക്ക് മഹാന്മാർ 2 വിശദീകരണങ്ങൾ, അതിലേറെ വിശദീകരണങ്ങൾ ഇതിന് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആരോഗ്യവാനായ അള്ളാഹുവിനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീട്, അഥവാ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീട് എന്ന് പറഞ്ഞാൽ ആരോഗ്യവാനായ ആഫിയത്തുള്ള ഒരു മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞാൽ, ആ മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിൻ്റെ ദിക്റിലായി ഫിക്റിലായി കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയം, അവൻ്റെ ഉള്ളിൽ അത് അള്ളാഹുവിൻ്റെ ഈമാനുമായി ബന്ധപ്പെട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയും അതുപോലെ അവൻ അള്ളാഹുവിനെ ത്വാഅത്ത് ചെയ്യുന്നു എന്നതുകൊണ്ട് അവൻ്റെ പുറമേയും പ്രകാശിച്ചു കൊണ്ടിരിക്കും. അവനോട് സഹവസിക്കാനും അവനോട് ഇഷ്ടപ്പെടാനും അവനോട് സഹായം ചോദിക്കാനും ഒക്കെയും ആളുകൾക്ക് വല്ലാതെ ഇഷ്ടമായിരിക്കും ആ മനുഷ്യനോട് എന്നതുപോലെ തന്നെ അവൻ എല്ലാം കൊണ്ടും റാഹത്താണ്, അവൻ്റെ ലാഹിറും ബാത്തിനും റാഹത്താണ് എന്നതുപോലെ ആ വീടിൻ്റെയും അള്ളാഹുവിനെ ഓർക്കുന്ന വീടിൻ്റെയും ലാഹിറും ബാത്തിനും ഒക്കെയും റാഹത്തായിരിക്കുമെന്നും ഈ ഹദീസിലേക്ക് മഹാന്മാർ പറയുന്നുണ്ട്. അതല്ല, ഈ മനുഷ്യൻ എപ്പോഴും ദിക്റിലും ഫിക്റിലുമായി ജീവിച്ചിരിക്കുന്ന ആൾ അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നതുകൊണ്ട് ആ മനുഷ്യനിൽ ബറക്കത്തുള്ളതുപോലെ തന്നെ ഈ അള്ളാഹുവിനെ ഓർക്കുന്ന വീട്ടിലും ബറക്കത്തുണ്ടാകും എന്നും മഹാന്മാർ വിശദീകരണം നൽകുന്നുണ്ട്. അല്ല, ഇനി ഇതൊന്നും ചെയ്യാത്ത അള്ളാഹുവിനെ ഓർക്കാത്ത വീടിനെ സംബന്ധിച്ചിടത്തോളം ചത്തുപോയ ശവത്തെ പോലെയാണെന്ന് പറഞ്ഞാൽ ആ ശവത്തിലേക്ക് ആരും അടുക്കുക പോലും ചെയ്യുകയില്ല എന്ന് മഹാന്മാർ പറയുന്നു. അതുപോലെ തന്നെ മരിച്ചു കിടക്കുമ്പോൾ അവിടെ ഉറക്കമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെയായിരിക്കും ഈ വീട്ടിലുണ്ടാകുന്ന അവസ്ഥ. ആ വീട്ടിൽ ഖിറാഅത്തുകൾ നടക്കൂല, ബറക്കത്തുണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു.